പ്രകൃതി എത്ര മനോഹരമാണ്. ഓരോ പദവും പരസ്പരം ചേർന്നാൽ മാത്രം പൂർണ്ണമാകുന്ന കവിത പോലെ. നീയില്ലെങ്കിൽ ഞാനില്ല എന്ന തിരിച്ചറിവ് നമ്മെ കൊണ്ടെത്തിക്കുന്നത് പ്രകൃതിയിലേക്കാണ്. ദൈവം ഒരു ചിത്രകാരനെ പോലെയാവും ഭൂമിയെ സൃഷ്ടിച്ചത്. ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. ഓരോ നിറച്ചാർത്തിന് ശേഷവും അവൻ അതിനെ ആസ്വദിക്കുന്നത്. ഹാ, എത്ര മനോഹരം എന്ന് പറഞ്ഞ് ആനന്ദിക്കുന്നത്. എങ്കിലും തൃപ്തനാകാതെ ഏറെ വ്യസനിക്കുന്നത്. ഒടുവിൽ ആ ചിത്രത്തിനടിയിൽ തൻ്റെ കയ്യൊപ്പുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ച് പൂർണ്ണതയിൽ നിർവൃതി കൊള്ളുന്നത്. ഭൂമി എന്ന ഈ അതുല്യ സൃഷ്ടിയിൽ തന്നെ അന്നവും ഔഷധവും ആനന്ദവും അവൻ മനുഷ്യനായി ഒരുക്കി വച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ അനുഗ്രഹങ്ങൾ തേടിയുള്ള ഓരോ യാത്രയും നമ്മുടെ തൊടിയിൽ തന്നെ അവസാനിക്കുമെന്നതാണ് സത്യം. നമ്മുടെ കയ്യെത്തും ദൂരത്തുള്ള തൊടിയിലെ സൗഖ്യത്തെ തിരിച്ചറിയുവാൻ നമുക്കും ശ്രമിക്കാം. ആടലോടകം എന്ന് കേൾക്കാത്തവരായി നമ്മളിൽ ആരും ഉണ്ടാവില്ല. പല രോഗങ്ങളെ അകറ്റുവാനും നമ്മുടെ ശരീരത്തെ സ്മാർട്ടാക്കുവാനും സഹായിക്കുന്ന ഒരു ഔഷധമാണ് ആടലോടകം. പ്രത്യേക സംരക്ഷണം ഒന്നും ആവശ്യമില്ലാത്ത ഒരു ഔഷധ ചെടിയാണ് ആടലോടകം. ഇലയുടെ രൂക്ഷഗന്ധം ഉള്ളതിനാൽ മൃഗങ്ങൾ ഇത് കഴിക്കാറില്ല. കൃഷിയിടങ്ങളിൽ ഇത് ഒരു വേലിയായി നട്ടുവെക്കാറുണ്ട്. കീടങ്ങളെ നിയന്ത്രിക്കുവാൻ വേണ്ടിയിട്ടാണ് ആടലോടകം കൃഷിയിടങ്ങളിൽ ഉപയോഗിക്കുന്നത്. അതിൻ്റെ ശാസ്ത്രീയ നാമം അഡാത്തോഡ വസീക. ഇതിന് സംസ്കൃതത്തിൽ സിംഹാസ്യ, വാശക, വാശ, പിശക്മാത എന്നീ നാമങ്ങളുണ്ട്. ഒരു വൈദ്യന് ഏറ്റവും കൂടുതൽ ഉപയോഗപ്രദമായിട്ടുള്ള ഒരു ഔഷധം ആയതുകൊണ്ട് തന്നെയാണ് അതിന് പിശക്മാത എന്നൊരു പേര് വന്നിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് നമുക്ക് ഇന്ന് ഈ സസ്യം ഏതൊക്കെ ഔഷധ യോഗ്യമായിട്ടുള്ള അവസ്ഥകളിൽ ഉപയോഗിക്കാമെന്നും അതിൻ്റെ ഉപയോഗമുള്ള ഭാഗങ്ങൾ ഏതൊക്കെയാണെന്നും നമുക്ക് പരിചയപ്പെടാം. നമുക്കറിയാം, ഭാരതത്തിൽ തന്നെ ഉടനീളം കാണാൻ പറ്റുന്ന ഒരു ഔഷധ സസ്യമാണ് കുറ്റിച്ചെടിയായിട്ടും നീണ്ട ഇലകളോട് കൂടിയിട്ടും. ഇത് തന്നെ രണ്ട് തരമായിട്ട് കാണുന്നുണ്ട്: ചിറ്റാടലോടകവും പേരാടലോടകവും. ചിറ്റാടലോടകത്തിനാണ് ചെറിയ ഇലകളായിട്ടുള്ളത്. അപ്പോൾ അത് തിരഞ്ഞ് എടുത്തതിന് ശേഷം അതിനെ ഒരു ഔഷധമായിട്ട് ആക്കി അത് വേണ്ടുന്നുള്ള രോഗാവസ്ഥയിൽ ഉപയോഗിക്കുന്നതിലാണ് കാര്യം. അപ്പോൾ അതിൽ ഔഷധയോഗ്യമായിട്ടുള്ള ഭാഗങ്ങൾ എന്ന് പറയുന്നത് 1 ഇല, 2 അതിൻ്റെ വേരിൻ്റെ മേൽത്തൊലി, 3 അതിൻ്റെ വിത്ത്. അഡാത്തോഡ വസീക എന്ന ഈ പ്ലാന്റിൽ ഏറ്റവും കൂടുതൽ ഉള്ള ഒരു ആൽക്കലോയിഡ് എന്ന് പറയുന്നത് വസീസൈൻ ആണ്. ഈ വസീസൈൻ ഇതിൻ്റെ വേരിൻ്റെ മേൽത്തൊലിയിലാണ് കൂടുതലായിട്ടും അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഔഷധ ഗുണമായിട്ടാണ് ഇത് കൂടുതലും കഫത്തെ അലിയിക്കാനും, അതുകൊണ്ട് തന്നെ ആയുർവേദത്തിൽ ഇത് കാസഗ്ന ഔഷധങ്ങളുടെ ഗണത്തിലാണ് പെടുത്തിയിരിക്കുന്നത്. കൂടുതലും നെഞ്ചിനകത്ത് കഫം കെട്ടുന്നതിനും അതുമൂലം ഉണ്ടാകുന്ന ചുമയും പെട്ടെന്ന് കുറയാൻ വേണ്ടിയിട്ട് ഔഷധമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. വാശാരിഷ്ടം പോലുള്ള ഔഷധങ്ങളിൽ വാശാരിഷ്ടം ആണ് പ്രധാനമായിട്ടുള്ള ചേരുവ. ഇനി ഇതിൻ്റെ വേരിൻ്റെ മേൽത്തൊലി കഷായമായിട്ടും തണ്ടും ഇലയുമൊക്കെ കഷായമായിട്ടും ഉപയോഗിക്കുന്നുണ്ട്. മാത്രമല്ല സമൂലം തന്നെ കഷായമിട്ട് ഈ കഷായത്തിൻ്റെ ഒരു ഇത്ര അളവ് വീതം 2 നേരം കഴിച്ചിട്ട് പല ആരോഗ്യാവസ്ഥകളിലും നമുക്ക് ഉപയോഗിക്കാം. പല രോഗങ്ങളെ അകറ്റുവാനും ശരീരത്തെ സ്മാർട്ടാക്കുവാനും സഹായിക്കുന്ന ഒരു ഔഷധമാണ് ആടലോടകം. ജെസ്റ്റിക്ക ആഡത്തോഡ എന്നാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം. ഇംഗ്ലീഷിൽ ഇതിനെ അറിയപ്പെടുന്നത് മലബാർ നെറ്റ് എന്നുമാണ്. ആയുർവേദം, സിദ്ധവൈദ്യം, യുനാനി എന്നീ ചികിത്സാ രീതികളിൽ ആടലോടകം ഉപയോഗിച്ചു വരുന്നു. ആടലോടകത്തിൽ അടങ്ങിയിട്ടുള്ള വാസിസിനോൺ, വാസിസൈൻ എന്നീ ഘടകങ്ങളാണ് ഇതിന് ഔഷധമൂല്യം നൽകുന്നത്. ആടലോടകത്തിൻ്റെ ഇല, വേര്, കായ, പൂവ് എന്നിവ ഔഷധയോഗ്യമായതാണ്. ആൽക്കലോയിഡുകളായ വാസിസൈൻ, വാസിസിനോൺ എന്നീ ഘടകങ്ങളാണ് ഈ ഔഷധ ഗുണങ്ങൾ ആടലോടകത്തിന് നൽകുന്നത്. പല സ്ത്രീകളിലും പ്രശ്നമാകുന്ന ആർത്തവരക്തത്തിൻ്റെ അമിതപോക്കിന് ശാസ്ത്രീയമായ രീതിയിൽ ആടലോടകം ഒരു ഉത്തമ പരിഹാരമാണ്.
മഞ്ഞപ്പിത്തം എന്ന മരണാവസ്ഥയിലേക്ക് പോകുന്ന രോഗത്തിനും ഒരു ഉത്തമമായ ഒറ്റമൂലിയാണ് ആടലോടകം. അതിൻ്റെ ചിലത് നമുക്കിന്ന് പരിചയപ്പെടാം. ഉദാഹരണം, നല്ല കഫക്കെട്ടോട് കൂടിയിട്ടുള്ള ചുമ, അതിനുശേഷം രാത്രികളിൽ എഴുന്നേറ്റിരുന്ന് ചുമക്കേണ്ടി വരിക, അടുപ്പിച്ചുള്ള ചുമ. ഈ കണ്ടീഷൻസിൽ നമ്മൾ സാധാരണ ആടലോടകത്തിൻ്റെ ഏകദേശം ഒരു 5ഓളം ഇലയെടുത്ത് അത് പുടഭാഗം ചെയ്യാമെന്ന് പറയും. അതായത് ഒരു പാത്രത്തിനകത്ത് വെച്ച് ഒന്ന് അവിച്ച് അതിൽ നിന്നും ഊറ്റിയെടുക്കുന്ന നീരാണ് നമ്മൾ ഔഷധമായിട്ട് ഉപയോഗിക്കുക. അപ്പം അതിൻ്റെ കൂടെ കൃത്യം അതേ അളവിൽ തേനും കൂടെ ചേർക്കും. അതായത് ഒരു 5 ml നീരുണ്ടെങ്കിൽ അതിന് സമം 5 ml തേനും കൂടെ ചേർത്തതിന് ശേഷം അത് രാവിലെയും അതേപോലെ തന്നെ വൈകുന്നേരമായിട്ട് കൊടുക്കും. ഈ കണ്ടീഷനിൽ ലങ്സിനകത്ത് വരുന്ന ഇൻഫ്ലമേഷൻ കുറയും. അതുകൊണ്ട് തന്നെ ഈ രാത്രി അടുപ്പിച്ച് വരുന്ന ചുമകൾ ഒഴിവാക്കാൻ പറ്റും. ഡ്രൈ കഫോട് കൂടിയിട്ടായിരിക്കും ഈ ചുമ ഉണ്ടാകുന്നത്. അതിൻ്റെ കൂടെ കട്ടി കഫം ഇളകി വരികയും ചെയ്യും. അപ്പോൾ ഈ ഔഷധം കഴിക്കുന്നതോടുകൂടി ഈ കഫം ഇളകാൻ തുടങ്ങുകയും അത് പുറത്ത് വരികയും ചെയ്യും. ഇതിന് എക്സ്പെക്ടോറൻ ആക്ഷൻ എന്നാണ് പറയാം. മാത്രമല്ല ആൻറ്റി മൈക്രോബിയൽ, ആൻറ്റി വൈറൽ, ആൻറ്റി ബാക്ടീരിയൽ ആക്ഷനും കൂടെ ഉള്ളതുകൊണ്ട് ആ ഇൻഫെക്ഷൻ കുറയുകയും ചെയ്യും. ഇത് തന്നെ നല്ല പ്രൊഡക്റ്റീവ് കഫ്, നല്ല കട്ടി കഫമുള്ള അവസ്ഥകളിൽ ഇതേ ആടലോടകത്തിൻ്റെ നീരിൻ്റെ കൂടെ ഇഞ്ചിനീരും തേനും കൂടെ ചേർത്തതിന് ശേഷം ആ കഫം അലിയിക്കാനും ഉപയോഗിക്കും. ഇതേ നീര് തന്നെ നമുക്ക് തേനും അതുപോലെ തന്നെ ചിറ്റമൃതിൻ്റെ ഇല കൂടെ ചേർത്തതിന് ശേഷം ചില കിഡ്നി കണ്ടീഷൻസിലും ലിവറിൻ്റെ കണ്ടീഷൻസിലും ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഭാഷാ ഗുളിച്ചാതി പോലുള്ള യോഗങ്ങളിൽ ആയുർവേദത്തിൽ ലിവർ കണ്ടീഷൻസിന് വേണ്ടി കൊടുക്കാറുണ്ട്. ബിൽഡ്രിബിൻ, HBT, SGT മാറിയിട്ടുള്ള കണ്ടീഷൻസിനൊക്കെ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ നമ്മളൊരു ആയുർവേദ ഡോക്ടറിനെ കണ്ട് തന്നെ ഉപയോഗിക്കണം. പിന്നെ കിഡ്നി ലിവർ കണ്ടീഷൻസിൽ രാത്രികളിൽ അമിതമായിട്ട് യൂറിൻ പാസ് ചെയ്യുക, യൂറിൻ പിടിച്ചാൽ നിൽക്കാൻ പ്രയാസം, യൂറിൻ പതഞ്ഞു പോവുക, ഈ കണ്ടീഷൻസിലൊക്കെ നമുക്ക് ചിറ്റമൃതിൻ്റെ ഇലയും ഇതുപോലെ ആടലോടകത്തിൻ്റെ ഇലയും ചേർത്ത് അരച്ച് വാട്ടിപ്പിഴിഞ്ഞ് ചാറെടുത്ത് തേനും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ മൂത്രത്തിൻ്റെ അളവ് കുറയുകയും കൺട്രോൾ ചെയ്യാവുന്ന കണ്ടീഷനിലേക്ക് വരികയും കിഡ്നി കണ്ടീഷൻ്റെ പ്രാഥമിക സ്റ്റേജ് അങ്ങ് മാറും. ശേഷം നമ്മളൊരു വൈദ്യനെ കാണണം. ഇതേ ഔഷധം തന്നെ നമുക്ക് പുറമേ ഉപയോഗിക്കാനാണെങ്കിൽ മുഖക്കുരു, അതുപോലെ തന്നെ ഉണങ്ങാത്ത വ്രണങ്ങളിലൊക്കെ തന്നെ അരച്ച് പുരട്ടി കഴിഞ്ഞാൽ പൊട്ടിയൊലിക്കുന്ന ഉണങ്ങാത്ത വ്രണങ്ങൾ പെട്ടെന്ന് ഉണങ്ങും. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ലങ്സിൻ്റെ ക്ഷയ അവസ്ഥയിൽ ആയുർവേദത്തിന് പറയുന്നുണ്ട്. ഉദാഹരണത്തിന് ട്യൂബർകുലോസിസ്, അതായത് അത് ആൻറ്റി മൈക്രോബിയൽ ആക്ഷൻ ഉള്ളതുകൊണ്ട് ഏതെങ്കിലും ബാക്ടീരിയ ഇൻഫെക്ഷൻ വഴിയാവാം. അതല്ല എന്നുണ്ടെങ്കിൽ ഉരക്ഷതം, അതായത് നെഞ്ചിൽ ഇടി കിട്ടുക, ക്ഷതങ്ങൾ ഏൽക്കുക കൊണ്ടുള്ള കണ്ടീഷൻസ് മൂലം ക്ഷതം ഉണ്ടാവുക, അതുമൂലം ക്ഷയരോഗം വരാം. ക്ഷയം എന്ന് ഉദ്ദേശിക്കുന്നത് ക്ഷയിച്ചു പോകുന്ന അവസ്ഥ, ലങ്സിനെ ബാധിക്കുകയും അതുമൂലം ബാക്കി ഓർഗൻസിനെ അവയവങ്ങളെ ബാധിച്ചതിന് ശേഷം പിന്നെ ക്ഷയിച്ചു പോകുന്നൊരവസ്ഥ. ഈ അവസ്ഥകളിൽ ആടലോടകത്തിൻ്റെ നീര് തന്നെ നെയ്യ് ചേർത്ത് ഉള്ളിൽ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ഈ ഉരക്ഷതത്തിൻ്റെ അവസ്ഥ മാറുകയും ആ ക്ഷയത്തിലോട്ട് ക്ഷയിച്ചു പോകുന്നൊരവസ്ഥയിൽ നിന്ന് നമുക്ക് പിടിച്ചെടുത്താനും കഴിയും. അതുപോലെ തന്നെ കണ്ണിൻ്റെ രോഗങ്ങൾക്ക്, നേത്രരോഗങ്ങൾക്കും ഔഷധമായിട്ട് ഉപയോഗിക്കുന്നതാണ് ആടലോടകത്തിൻ്റെ ഇല. അങ്ങനത്തെ കണ്ടീഷൻസിൽ ശരിക്കും വെണ്ണ ചേർത്ത്, ഏറ്റവും ചൂടായിട്ടുള്ള അവയവമാണ് കണ്ണ്, അപ്പോൾ അതിനെ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ആടലോടകത്തിൻ്റെ ഇല വാട്ടിപ്പിഴിഞ്ഞ് നീരും അത് വെണ്ണ ചേർത്ത് ഉള്ളി കൊടുക്കുകയെന്നുണ്ടെങ്കിൽ കാഴ്ച കുറയുക, അല്ലെങ്കിൽ കണ്ണിനകത്ത് റെറ്റിനയിൽ ബ്ലീഡിങ് ഉണ്ടാകുന്ന അസുഖങ്ങളൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്ന ഒരു ഔഷധമാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് ആടലോടകം തിരിച്ചറിയേണ്ടതെന്ന് നോക്കാം. ആടലോടകം ചെറിയ കുറ്റിച്ചെടിയായിട്ടാണ് കാണപ്പെടുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ ഇല ശ്രദ്ധിക്കുകയാണെങ്കിൽ എതിർദിശയിലായിരിക്കും ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. എതിർദിശ എന്ന് പറഞ്ഞാൽ ഈ ഒരു നോഡ് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇതേ ഭാഗത്ത് തന്നെയായിരിക്കും അപ്പുറത്തെ ഭാഗത്ത് ഒരു നോഡ് ഉണ്ടാവും, അതിൽ നിന്നും ഒരു ലീഫ് വരുന്നത്. മാത്രവുമല്ല ഇതിൻ്റെ ഇലകളെന്ന് പറയുന്നത് നീളമുള്ള കൂർത്ത ഇലകളാണ്. ഏകദേശം 10 മുതൽ 15 സെൻറ്റിമീറ്റർ വരെ നീളമുണ്ടാകും ഇതിൻ്റെ ഇലയ്ക്ക്.
പിന്നെ നമുക്ക് എങ്ങനെ ഇതിനെ തിരിച്ചറിയാമെന്ന് നോക്കിയാൽ ഇതിൻ്റെ ഇലകൾ കയ്പ് രസമായതുകൊണ്ട് തന്നെ മൃഗങ്ങൾ കഴിക്കാറില്ല. അതുകൊണ്ട് ഇത് വേലിച്ചെടിയായിട്ട് സാധാരണ കൃഷിയിടങ്ങളിൽ ഉപയോഗിക്കാറുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ പൂക്കളെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ നീളത്തിലുള്ള പൂക്കളായിരിക്കും, വെള്ള നിറമായിരിക്കും പൂവിൻ്റേത്. മാത്രവുമല്ല ഇതളുകളായിട്ടായിരിക്കും പൂക്കൾ ഇരിക്കുന്നത്. നമ്മൾ ആ പൂവ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു സെൻറ്റർ പോർഷനിൽ ഒരു പിങ്ക് ഷെയ്ഡ് അല്ലെങ്കിൽ ഒരു പിങ്ക് ലൈൻ പോലെ ഉണ്ടാവും അതിൻ്റെ ഇലകൾക്ക്. ഈ ആടലോടകം എന്ന് പറയുന്നത് ലാമിയൽസ് വിഭാഗത്തിൽപ്പെടുന്ന അക്കാന്തേസി ഫാമിലിയിൽ പെടുന്നതാണ് ആടലോടകം. ആടലോടകത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തണുപ്പാണ്, വീര്യത്തിൽ ശീതമാണ്, പിന്നെ രൂക്ഷമാണ്, ഗുണത്തിൽ രൂക്ഷവും അതുപോലെ തന്നെ തിക്തരസമാണ്. അപ്പം ഇങ്ങനെയുള്ള ഒരു ഔഷധത്തിന് മാത്രമേ ബ്ലീഡിങ് നിർത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് ഡെങ്കു, ചിക്കൻ ഗുനിയ പോലത്തെ അസുഖങ്ങളിലെല്ലാം പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞിട്ട് ബ്ലീഡിങ് ഉണ്ടാകുന്ന ഹെമറേജിക് ഫീവറിലെല്ലാം തന്നെയും ഈ ഹെമറേജ് നിർത്താനും പെട്ടെന്ന് നിർത്താനും അതുപോലെ പ്ലേറ്റ്ലെറ്റ് കൂട്ടാനും ഉപയോഗിക്കുന്നുണ്ട്. പപ്പായയുടെ തളിരിലയുടെ കാര്യം നമുക്കറിയായിരിക്കും, പ്ലേറ്റ്ലെറ്റ് കൂട്ടാനായിട്ട് ഉപയോഗിക്കുന്നത്. പക്ഷേ ഉഷ്ണമാണ്. ഏറ്റവും തണുത്ത ഒരു ഹെമറേജ് ഉള്ള കണ്ടീഷനിൽ എപ്പോഴും ആടലോടകമാണ് കറക്റ്റ് ചോയ്സ്. അതിൻ്റെ നീര് കൊടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ ആ ബ്ലീഡിങ് സ്റ്റേജിലേക്ക് പോകാതിരിക്കുകയും സ്കിൻ കണ്ടീഷൻ എന്നൊക്കെ ഇച്ചിങ്ങിൻ്റെ സ്റ്റേജിൽ നിന്നൊക്കെ പിടിച്ചിർത്താൻ പറ്റും. മാത്രമല്ല പ്ലേറ്റ്ലെറ്റ് പെട്ടെന്ന് കൂടുകയും ചെയ്യും. ആ വൈറൽ കണ്ടീഷൻസ് നമുക്ക് പെട്ടെന്ന് നിർത്താം. വൈറൽ കണ്ടീഷൻസ് എല്ലാം ഉഷ്ണ രോഗങ്ങളാണ്. ഉഷ്ണരോഗത്തിൽ എപ്പോഴും തണുത്ത ഔഷധങ്ങളായിരിക്കും നല്ലത്. അപ്പം അത് ചന്ദനത്തിൻ്റെ തന്നെ അതേ ഗുണമുള്ള ഒരു ഔഷധമാണ് ആടലോടകം. അതുകൊണ്ട് തന്നെ ചന്ദനവും ആടലോടകം കൂടെ ചേർത്തിട്ട് ഉഷ്ണരോഗങ്ങൾ, അതായത് യൂറിനറി ഇൻഫെക്ഷൻ, അതുപോലെ തന്നെ ബ്ലീഡിങ് ഡിസോർഡേഴ്സ്, അതുപോലെ തന്നെ വായ്പുണ്ണ് വരിക, പിന്നെ ഹെമറേജ്, കണ്ണിനകത്ത് റെറ്റിനയിൽ ബ്ലീഡിങ് ഉണ്ടാവുക, അതുപോലെ മാനസികമായിട്ട് സ്ട്രെസ്സ് കൊണ്ട് ചിന്തകൾ വന്നുകൊണ്ടേയിരിക്കുക, പൈത്തിക ഉന്മാദം എന്ന് പറയും. ഇതൊക്കെ പിത്ത അസുഖങ്ങളിൽ പെടുന്നതാണ്. അപ്പോൾ പൈത്തിക അസുഖങ്ങളെല്ലാം പെട്ടെന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആടലോടകം ഔഷധമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിൽ നട്ടു വളർത്തേണ്ട ഒരു ഔഷധമാണ്. വളരെ പെട്ടെന്ന് അത് പിടിക്കുകയും നമുക്ക് അതിൻ്റെ ഇലകൾ പെട്ടെന്ന് ഉപയോഗിച്ച് തുടങ്ങാം. ഒരുവിധം വീട്ടിൽ വരുന്ന മിക്ക അസുഖങ്ങളെയും പിത്ത അസുഖങ്ങളെയും പെട്ടെന്ന് കൺട്രോൾ ചെയ്യാൻ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. പെട്ടെന്നുണ്ടാകുന്ന തുമ്മൽ, പനിയുടെ അവസ്ഥകളിലെല്ലാം തന്നെയും ബാക്ടീരിയലാണെങ്കിൽ ഇഞ്ചിനീര് കൊടുത്തും ഇഞ്ചിനീര് ചേർത്ത് കഴിക്കാം. ഒരു വൈറൽ, അതായത് ടെമ്പറേച്ചർ കാണും എന്നാൽ കുളിരോട് കൂടിയിട്ടുള്ള പനിയൊക്കെയാണ് വൈറലാണെന്നുണ്ടെങ്കിൽ ഇനീഷ്യൽ സ്റ്റേജസിൽ ചിറ്റമൃതിൻ്റെ ഇലയും തേനും ചേർത്ത് കൊടുക്കാം. പനി പെട്ടെന്ന് കുറയും, തുമ്മലും പെട്ടെന്ന് കുറയുന്നതാണ്. ഇതേ ഔഷധം തന്നെയാണ് ശവനപ്രാശത്തിൽ ചേരുന്നതും ഗുഗുലതിക്തകം കഷായത്തിലും ഗുഗുലതിക്തകം ഘൃതത്തിലൊക്കെ ചേരുന്നതും. ഇത് ചേരുന്ന കുറേ ഔഷധങ്ങൾ ആയുർവേദത്തിലുണ്ട്. അപ്പോൾ അത് നല്ല വലിയ കണ്ടീഷൻസിൽ നമ്മളൊരു വൈദ്യനെ, ആയുർവേദ ഡോക്ടറിനെ കണ്ട് തന്നെ ചികിത്സിക്കണം. സർട്ടിഫൈഡ് ആയിട്ടുള്ള ആയുർവേദ ഡോക്ടറിനെ കണ്ട് തന്നെ ചികിത്സിക്കണം. ചെറിയ ചെറിയ രോഗങ്ങൾക്ക് നമുക്ക് വീട്ടിൽ പെട്ടെന്ന് മാനേജ് ചെയ്യാനായിട്ട് ആടലോടകം ഉപയോഗിക്കുന്നതാണ്. ഇതുപോലെ ഔഷധ ഗുണമുള്ള ഒരു സസ്യം ഇല്ല. അപ്പോൾ അതിനെ നമ്മൾ മിസ് ചെയ്യാതെ വീട്ടിൽ തന്നെ നട്ടുവളർത്തി ഉപയോഗിക്കണം. നമ്മൾ നേരത്തെ പരിചയപ്പെട്ട ആടലോടകം എന്ന ഔഷധ സസ്യത്തിൻ്റെ ഔഷധ ഗുണവും അത് പ്രായോഗികമായി എങ്ങനെ നമുക്ക് ഉപയോഗപ്പെടുത്താം എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ആടലോടകം എന്ന സസ്യത്തിൻ്റെ ഇലകളാണ്. ഇതിൻ്റെ ഔഷധ യോഗ്യം എന്ന് പറയുന്നത് ഇലകൾ, വേരൻ, മേൽത്തൊലി, വിത്ത് ഇവയൊക്കെ ഉപയോഗിക്കാം. അതിൽ നമുക്ക് എളുപ്പത്തിൽ എടുക്കാവുന്നത് ഇലയാണ്. അപ്പോൾ ഇല കൊണ്ട് അതിൻ്റെ സ്വരസം എടുത്തുകൊണ്ട് അതെങ്ങനെ ഒരു മൂല്യമുള്ള ഒരു ഔഷധമാക്കി അസുഖത്തിന് ഉപയോഗിക്കാമെന്ന് നമുക്ക് നോക്കാം. ഇതുപോലെ തന്നെ അതിൻ്റെ വേരിൻ്റെ മേൽത്തൊലി കിട്ടാൻ പാടാന്നുണ്ടെങ്കിൽ സമൂലമായിട്ടോ അല്ലെങ്കിൽ വേരും തന്നെ ചതച്ചിട്ട് അതും കഷായമിട്ട് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതും നമുക്കിവിടെ പരിചയപ്പെടാം. ഇതാണ് ആടലോടകം എന്ന സസ്യം. വളരെ നീണ്ട ഇലയാണ്. ഇതിൽ തന്നെ 8 മുതൽ 10 വരെ ചെറിയ വെയിൻസ് കാണാൻ പറ്റും. ഇത് തന്നെ 2 വെറൈറ്റി ഉണ്ട്, ചിറ്റാടലോടകവും പേരാടലോടകവും. ചിറ്റാടലോടകത്തിൻ്റെ ചെറിയ ഇലയും പേരാടലോടകം വലുതുമാണ്. ഇതിൽ വസൈസൈൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽസ്, ആൽക്കലോയിഡ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൽ ആക്റ്റീവ് ഇൻഗ്രീഡിയൻറ്റ്. ഇത് ചിറ്റാടലോടകം എന്ന വെറൈറ്റിയിൽ കൂടുതലായിട്ടും
ചേരുന്നുണ്ട്. വസീസൈൻ്റെ ആക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഇൻഫ്ലമേഷനെ തടയുകയും അതുകൊണ്ട് തന്നെ ഹെമറേജ് അല്ലെങ്കിൽ രക്തസ്രാവത്തെ തടയുകയും ചെയ്യും. ഡെങ്കു, ചിക്കൻഗുനിയ പോലത്തെ പനികളിലെല്ലാം തന്നെയും പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞതിന് ശേഷം രക്തസ്രാവത്തിന് ചാൻസ് ഉണ്ട്. ഇങ്ങനത്തെ കണ്ടീഷനിൽ സാധാരണ വസീസൈൻ അടങ്ങിയിട്ടുള്ള ആടലോടകത്തിൻ്റെ ഇലയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഔഷധഭാഗമോ ഔഷധമായി കൊടുക്കുമ്പോൾ തന്നെ പ്ലേറ്റ്ലെറ്റിൻ്റെ കൗണ്ട് കൂടുന്നതായിട്ടും അതിനുശേഷം ഉണ്ടാകുന്ന ഹെമറേജ് കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ മറ്റ് രോഗങ്ങളായിട്ടുള്ള രക്താർഷസ്, ബ്ലീഡിങ് ഉണ്ടാകുന്ന, അതുപോലെ തന്നെ സ്ത്രീകൾക്കുണ്ടാകുന്ന അമിത രക്തസ്രാവം, ഇതിലെല്ലാം തന്നെയും ഔഷധമായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ ഉപയോഗിക്കാമെന്നും ഇപ്പോൾ ചെറിയ രീതിയിൽ പരിചയപ്പെടാം. ആദ്യമായിട്ട് നമുക്ക് ഈ ഇലയുടെ സ്വരസമാണ് എടുക്കാൻ പറ്റുക. സ്വരസം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ചാറ്. ഇപ്പോൾ തനിച്ചാറ് സാധാരണ ഇലകൾ എടുക്കുന്ന പോലെ ചാറെടുത്ത് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള വസീസൈൻ നമുക്ക് കിട്ടുകയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് പുടഭാഗ രീതിയിലാണ് ആയുർവേദത്തിൽ ഇതിൻ്റെ സ്വരസം എടുക്കുന്നത്. പുടഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതൊന്ന് വാട്ടിയതിന് ശേഷം അത് ചതച്ച് പിഴിഞ്ഞ് അതിൻ്റെ ചാറെടുക്കണം. എന്നിട്ട് സമം തേനും ചേർത്താണ് ഔഷധമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് വാട്ടിപ്പിഴിയാനായിട്ട് നമ്മൾ ഇവിടെ പാത്രം കരുതിയിട്ടുണ്ട്. ഇതിനകത്ത് ആവശ്യത്തിന് വെള്ളം എടുത്ത് അതിൻ്റെ മുകളിൽ അരിപ്പ പോലത്തെ ഒരു പാത്രവും വെച്ചിട്ട് അതിന് മുകളിൽ ഇലകൾ വെക്കാം. ഏകദേശം ഒരു അഞ്ചോളം ഇല വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു 5 മില്ലി ചാറ് കിട്ടും. ആ ചാറ് ആയിരിക്കും നമുക്ക് ഒരു നേരത്തെ ഡോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് വീട്ടിൽ തന്നെ ഇഡലി കുട്ടകത്തിലോ അല്ലെങ്കിൽ പുട്ട് വേവിക്കുന്ന പുട്ടുകുറ്റിയിലോ എങ്ങാനും അടിയിൽ വെള്ളം വെച്ചതിന് ശേഷം മുകളിൽ ഇലകൾ വെച്ച് ആവി എടുക്കാമെന്നുണ്ടെങ്കിൽ അതൊന്ന് വാടി കിട്ടുന്നതാണ്. ഏകദേശം ഒരു 5 മിനിറ്റ് ചൂടാക്കണം. ചൂടാക്കിയതിന് ശേഷം തുറന്ന് ഇലകളെടുത്ത് ചാറെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ പാത്രം കരുതിയിട്ടുണ്ട്. അതിനകത്ത് വെള്ളം എടുത്തിട്ടുണ്ട്. മുകളിൽ ഈ അരിപ്പുള്ള പാത്രം വെക്കുന്നു. ശേഷം ഏകദേശം ഒരു 5ഓളം ഇല ഉപയോഗിക്കാം. ചെറിയ ഇല ആണെങ്കിൽ കൂടുതലും ഉപയോഗിക്കാവുന്നതാണ്. ഇത്രയും ഇലകൾ നമ്മൾ പാത്രത്തിലിട്ട് അടച്ച് വെച്ച് ഒന്ന് ചൂടാക്കാൻ വെക്കുകയാണ്. ഏകദേശം ഒരു 5 മിനിറ്റ്. 5 മിനിറ്റ് ചൂടാകുമ്പോഴത്തേക്ക് ഇതൊന്ന് വാടും. ശേഷം നമുക്ക് അതിൻ്റെ ചാറെടുക്കാം. ചൂടാക്കി ഏകദേശം 5ഓളം മിനിറ്റ് ചൂടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തിരിക്കുന്ന ഇല ഇപ്പോൾ വാടിയിട്ടുണ്ടാവും. നമുക്ക് നോക്കാം. അതിനകത്തിരിക്കുന്ന ഇല ഇപ്പോൾ നന്നായിട്ട് വാടിയിട്ടുണ്ട്. അപ്പോൾ ഈ വാടിയതുകൊണ്ട് ഇനിയിപ്പോൾ ഇന്ന് ചാറ് കിട്ടുന്നതാണ്. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് നമുക്ക് കല്ലുവത്തിലിട്ട് നന്നായിട്ട് അരച്ച് അതിൻ്റെ ചാറെടുക്കാം. നന്നായിട്ട് അരിഞ്ഞിട്ടുണ്ട്. തീരെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ഹൽവ യന്ത്രം എന്ന് പറയും ചാറെടുക്കാനുള്ള. അപ്പോൾ ഇതിനകത്ത് ഇട്ടിട്ട് നന്നായിട്ട് ചതച്ച് ചാറെടുക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് അരിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് അരച്ചതിന് ശേഷം ഇത് നമുക്ക് കല്ലുവത്തിലോ അല്ലെങ്കിൽ അതിൻ്റെ ചെറിയ അമ്മിയിലോ അരച്ചെടുക്കാം. ഒത്തിരി അളവുണ്ടെങ്കിൽ ഗ്രൈൻഡറിൽ തന്നെ അരച്ചെടുക്കാം. അരച്ചെടുത്തതിന് ശേഷം അതിൻ്റെ ചാറെടുക്കണം. നമ്മളിപ്പോൾ ഇത് പിഴിഞ്ഞ് ചാറെടുക്കുകയാണ്. ഇതിൽ നിന്ന് കിട്ടുന്ന 5 ml ചാറ് നമ്മൾ 5 ml തേനിൻ്റെ കൂടെ ചേർത്താണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏകദേശം 1 ടീസ്പൂൺ 5 ml തേന് ഈ ഗ്ലാസ്സിൽ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം അതിലേക്ക് ഈ ചാറും കൂടെ ചേർക്കുകയാണ്. കറക്റ്റ് ഏകദേശം ഒരു 5 ml വരും. അപ്പം അതും കൂടെ $5 ml ചാറ് നമുക്ക്
ഒക്കെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതാണ് ഔഷധം. അപ്പോൾ സ്വരസം ആയതുകൊണ്ട് കുറച്ചുകൂടെ വീര്യം കാണും. അപ്പോൾ ഇത് നമുക്ക് അക്യൂട്ട് കണ്ടീഷൻസ്, അതായത് പെട്ടെന്നുണ്ടാകുന്ന ചുമ, പനി, കഫക്കെട്ട് ഇവ കണ്ടീഷൻസിൽ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ കഫം ഇളകി വരും, ചുമയൊക്കെ മാറും. അപ്പോൾ ഇതിൻ്റെ കുറച്ചുകൂടെ വേരിയൻസ് നമുക്ക് നോക്കാം. അതായത് ഇപ്പോൾ നമ്മൾ എടുത്ത പോലെ തന്നെ അടലോടകത്തിൻ്റെ ചാറിൻ്റെ കൂടെ അല്പം ഇഞ്ചി നീരും കൂടെ, ഇതേ സമം ഇഞ്ചി നീരും തേനും കൂടെ ചേർത്താണ് കൊടുക്കുന്നതെങ്കിൽ കട്ടി പിടിച്ചെടുക്കുന്ന കഫം അലിയും. അതുപോലെ തന്നെ വില്ലൻ ചുമ, രാത്രികളിൽ തുടർന്ന് ഇടവിട്ട് വരുന്ന ചുമ, ഡ്രൈ കഫായിരിക്കും, അടുപ്പിച്ച് വന്നുകൊണ്ടേയിരിക്കും, ഉറങ്ങാൻ പറ്റില്ല. അപ്പോൾ ആ കണ്ടീഷനും ഇതുപോലെ തന്നെ ഇഞ്ചി നീരും കൂടെ ചേർത്ത് അടലോടത്തിൻ്റെ നീരും തേനും കൂടെ ചേർത്ത് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കുറയും. ചെറിയ അത്യാവശ്യം കണ്ടീഷൻ ഉണ്ടെങ്കിൽ ചെറിയ ഡോസ് വീതം ഇടവിട്ട് കൊടുക്കാവുന്നതാണ്. ഒരു അരമണിക്കൂർ ഇടവിട്ട് ഒരു 1/2 സ്പൂൺ വീതം കൊടുത്തുകൊണ്ടേയിരിക്കാം. ആ ചുമ കുറഞ്ഞു വരും. ഇത് തന്നെ ഇനിയും വേരിയേഷൻ ഉള്ളതെന്ന് വെച്ചാൽ, അഥവാ നമുക്ക് ലിവർ കണ്ടീഷൻ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ കിഡ്നി കരൾ വൃക്ക രോഗങ്ങളിലും ഇത് കൊടുക്കാവുന്നതാണ്. അതിൽ വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ അരച്ചതുപോലെ തന്നെ ചിറ്റമൃതിൻ്റെ ഇല, സുലഭമായിട്ട് കിട്ടുന്ന ചിറ്റമൃതിൻ്റെ ഇല കൂടെ ഇതിൻ്റെ കൂടെ അരച്ചതിന് ശേഷം സമം എടുത്ത് അതിൽ നിന്നും കിട്ടുന്ന ചാറ് തേനും ചേർത്ത് അല്ല തനി ചാറായിട്ട് തന്നെ കൊടുക്കാം. വൃക്ക രോഗങ്ങളിലുണ്ടാകുന്ന ഇടവിട്ട് യൂറിൻ പോവുക, അല്ലെങ്കിൽ യൂറിൻ പിടിച്ചു നിർത്താൻ പ്രയാസം, അതുപോലത്തെ ഇൻഫ്ലമേഷൻസിൽ കൊടുക്കാം, പെട്ടെന്ന് കുറയും. അതുപോലെ തന്നെ മറ്റ് ബ്ലീഡിങ് ഡിസോർഡേഴ്സ്, അതായത് വായ്പുണ്ണ് വരിക, അതുപോലെ തന്നെ അമിതമായിട്ടുള്ള രക്തസ്രാവം, അത് ഏത് കണ്ടീഷനിലാണെങ്കിലും, ഇപ്പോൾ പെൺകുട്ടികൾക്കോ സ്ത്രീകൾക്കാണെങ്കിൽ യൂട്രൈൻ ബ്ലീഡിങ്, ആർത്തവത്തിന് തുടർന്ന് 4-5 ദിവസത്തിന് ശേഷം പിന്നെ ഏകദേശം ഒരു 10-15 ദിവസത്തോളം ആർത്തവ രക്തം പോകുന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ അടലോടകത്തിൻ്റെ ഇലയുടെ ചാറെടുക്കുക. അതിനകത്ത് സമം ശർക്കര നന്നായിട്ട് പൊടിച്ച് അലിയിച്ച് ചേർത്തതിന് ശേഷം അത് കൊടുക്കാം. രാവിലെയും വൈകുന്നേരം ഓരോ ടീസ്പൂൺ വീതം. അതിൽ കാണാവുന്ന ബ്ലീഡിങ് പെട്ടെന്ന് നിൽക്കും. കറക്റ്റ് 1-2 ഡോസ് കൊണ്ട് തന്നെ ബ്ലീഡിങ് നിൽക്കുകയും മെൻസസ് കറക്റ്റ് ആവുകയും ചെയ്യും. ഇതുപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാമെന്ന് വെച്ചാൽ വ്രണങ്ങൾ, ഉണങ്ങാത്ത വ്രണങ്ങളിലെല്ലാം തന്നെയും ഈ അടലോടകത്തിൻ്റെ ഇലയും അതുപോലെ ചിറ്റമൃതിൻ്റെ ഇലയും കൂടി ചേർത്ത് അരച്ച്, അല്ലെങ്കിൽ ഉങ്ങിൻ്റെ ഇലയും ചേർത്ത് അരച്ച് സമം കാലിൽ വെച്ച് കെട്ടുകയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിയും. ചലവരിക്കുന്നതാണെങ്കിലും പെട്ടെന്ന് കരിയും. പിന്നുള്ളൊരു ഉപയോഗം, ഇനി ഇതേ ഇലച്ചാറ് കൊണ്ട് തന്നെ ഒരു ഔഷധ പ്രയോഗം എന്ന് പറയുന്നത് രക്താർഷസ്. അത് ബ്ലീഡ് ചെയ്യുന്ന പൈൽസിലാണെങ്കിലും മൂത്രത്തിൽ കൂടെ പോകുന്ന ബ്ലീഡിങ്ങിലാണെങ്കിലും ആ കണ്ടീഷനിലും ഇതേപോലെ ഇലച്ചാറ് തേൻ ചേർത്ത് കൊടുത്താൽ കുറയും. അതിൻ്റെ കൂടെ പാടത്താളിയുടെ ഇലയും കൂടെ ഉണ്ടെങ്കിൽ പാടത്താളിയുടെ ഇലയും ചിറ്റമൃതിയുടെ ഇലയും കൂടെ ഒരേപോലെ അരച്ച് തേൻ ചേർത്ത് കൊടുക്കാന്നുണ്ടെങ്കിൽ റെക്ടൽ ബ്ലീഡിങ്, അതായത് പൈൽസ് കൊണ്ട് വരുന്ന ബ്ലീഡിങ് പെട്ടെന്ന് കുറയും. നല്ല വേദനയോട് കൂടിയിട്ടുള്ളതാണ്, അതും പെട്ടെന്ന് കുറയുന്നതാണ്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഔഷധ ഗുണങ്ങൾ. അപ്പോൾ ഇത് തന്നെ ഇലച്ചാറ് ഭയങ്കര വീര്യമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒറ്റമൂലിയായിട്ട് നമുക്ക് ഉപയോഗിക്കാം. 1-2 ഡോസ് കൊണ്ട് കുറയും ചെയ്യും. പക്ഷേ ഇതൊക്കെ നല്ല കൂടിയ കണ്ടീഷൻസിൽ നമുക്ക് സ്വരസങ്ങൾ ഉപയോഗിക്കുന്നത് ആയുർവേദം നോക്കി മാത്രമേ വിധിക്കുന്നുള്ളൂ. കാരണം ഇത്രയും വീര്യമുള്ളതുകൊണ്ട്. അതുകൊണ്ട് തന്നെ കഷായ കൽപ്പനകളാണ് കൂടുതലും ആയുർവേദത്തിൽ പറയുന്നത്. അപ്പോൾ കഷായം ഇടാനായിട്ട് നമുക്ക് ഇതേ അടലോടകത്തിൻ്റെ തന്നെ വേരിൻ്റെ മേൽത്തൊലിയാണ് ഉപയോഗിക്കുന്നത്. മേൽത്തൊലി അത്രയ്ക്ക് കിട്ടാനില്ലെങ്കിൽ വേര് തന്നെ നമുക്ക് ചതയ്ക്കാം. അല്ലെങ്കിൽ സമൂലം ചെടിയെടുത്ത് ചതച്ച് നന്നായിട്ട് ഉണക്കി നുറുക്കി ചതച്ചെടുക്കുമ്പോൾ ഇതുപോലെ ഇരിക്കും. ഈ ചതച്ച വേരാണ് നമുക്ക് ഔഷധമായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് കഷായമായിട്ട് ഉപയോഗിക്കാം. പിന്നെ വേണ്ടുന്നുള്ളതെന്ന് വെച്ചാൽ ഏകദേശം ഒരു നേരത്തേക്ക് ഒരു 10 ഗ്രാം കഷായ ചൂർണ്ണമാണ് എടുക്കാനുള്ളത്. 2 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു വലിയ ടേബിൾ സ്പൂൺ നിറച്ച് പൊടിയെടുക്കുക. കഷായ വേര് ചതച്ച് അത് ഏകദേശം ഒരു 200 ml വെള്ളത്തിൽ, അതായത് 2 ഗ്ലാസ് വെള്ളം വെച്ചിട്ട് അതിനെ പകുതിയാക്കുക. ഒരു 100 ml ആക്കി വറ്റിക്കുക. ശേഷം അത് അരിച്ചെടുക്കുക. ഇത് വറ്റാൻ ഒരു 10 മിനിറ്റോളം എടുക്കുമായിരിക്കും. വറ്റിയതിന് ശേഷം അരിച്ച് കൊത്ത് മാറ്റിയതിന് ശേഷം ആ കഷായം എടുത്തിട്ട് അത് 1-2 നേരമായിട്ട്, നല്ല കൂടിയ കണ്ടീഷനാണെങ്കിൽ 90 ml തന്നെ ഒരു നേരം കഴിക്കുക. ഇല്ല വലുതായിട്ടില്ലെങ്കിൽ 2 നേരം, രാവിലെ ഒരു 45 ml, വൈകുന്നേരം ഒരു 45 ml വീതം 2 നേരമായിട്ട് കഴിക്കാം. ഇത് ഏകദേശം ഒരാഴ്ചയോളം കഴിക്കാം. അപ്പോൾ സ്വരസത്തിനേക്കാളും വീര്യം കുറഞ്ഞതാണ് കഷായ കൽപ്പന. പക്ഷേ
കൂടുതൽ ഉള്ളിലേക്ക് ആക്ട് ചെയ്യുന്നതും നമുക്ക് വൃക്ക, ലിവർ അല്ലെങ്കിൽ കണ്ണിനെ ബാധിക്കുന്ന അസുഖങ്ങൾക്കെല്ലാം കഷായ കൽപ്പനയായിരിക്കും കുറച്ചുകൂടെ യോജിച്ച്. കുറേ നാൾ നമുക്ക് കൊടുക്കാൻ പറ്റും, അസുഖം പൂർണ്ണമായിട്ടും മാറുകയും ചെയ്യും. ഇതിൽ തന്നെ പിന്നെ വേരിയേഷൻ ഉള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ കിഡ്നി സ്റ്റോൺ കൊണ്ടുള്ള വേദനയാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ കൂടെ കുഞ്ഞ് ഔഷധം, അതായത് മൂത്രം കൂട്ടുന്നതായിട്ടുള്ള ഞെരിഞ്ഞിൽ, തഴുതാമ ചേർക്കാം, കല്ലൂർ വഞ്ചി അല്ലെങ്കിൽ കല്ലൂരിക്ക് ഒക്കെ ചേർക്കാം. അപ്പോൾ അതിനനുസരിച്ച് ആവണക്കിൻ്റെ വേര് ഒക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഒരു ഔഷധ യോഗമായി. അപ്പോൾ ഇതിൻ്റെ ബാക്കി അതുപോലത്തെ ഔഷധ യോഗങ്ങൾ അറിയണമെങ്കിൽ ഒരു ആയുർവേദ ഡോക്ടറിനെ തന്നെ കണ്ട് അതിനനുസരിച്ചുള്ള ബ്ലീഡിങ് കണ്ടീഷനാണോ അതിനനുസരിച്ച് കഷായം കഴിച്ച് തന്നെ അസുഖം മാറ്റണം. നമ്മുടെ ഗൃഹവൈദ്യം എന്നുള്ള രീതിയിൽ ചെറിയ ചെറിയ അസുഖങ്ങൾക്ക് മൂക്കൊലിപ്പ്, തുമ്മൽ, പനി ഇവയ്ക്കൊക്കെ തന്നെ വീട്ടിൽ തന്നെ നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുന്ന ഔഷധമാണിത്. എല്ലാവരും ഉപയോഗിക്കണം. നമുക്ക് ആശുപത്രിയിൽ പോകുന്നതിന് മുമ്പ് തന്നെ വളരെ വീര്യമുള്ള മറ്റു മരുന്നുകൾ ഉപയോഗിക്കാതെ തന്നെ വീട്ടിൽ വെച്ച് തന്നെ അസുഖം മാറ്റാവുന്നതാണ്. ഇനി ആടലോടകം എന്ന ഈ സസ്യം നമ്മുടെ അടുക്കളയിൽ എങ്ങനെ ഒരു ഔഷധമായി, ആഹാര രീതിയിൽ എങ്ങനെ ഒരു ഔഷധമായി ഉപയോഗിക്കാമെന്നതിനെ കുറിച്ച് ഞാൻ പറയാം. അപ്പോൾ അതിൽ ഒന്നാണ് തോരൻ. ആടലോടകത്തിൻ്റെ ഇല നന്നായിട്ട് ഒന്ന് വാട്ടിയിട്ട് കൊത്തി അരിഞ്ഞ് ബാക്കി അതിൻ്റെ ചേരുവകൾ, അതായത് തേങ്ങ, മസാല പൊടികളൊക്കെ, ഉള്ളിയൊക്കെ ചേർത്തിട്ട് ഒരു തോരനായിട്ട് പ്രിപ്പയർ ചെയ്യാന്നുണ്ടെങ്കിൽ അത് രക്താർശസ്സുള്ള രോഗികൾക്ക് ഏറ്റവും നല്ല ഔഷധമാണ്. രക്താർശസ് എന്ന് പറഞ്ഞാൽ ബ്ലീഡിങ്, പൈൽസിൽ ബ്ലീഡിങ് ഉണ്ടാവുക, അല്ലെങ്കിൽ ഫിസ്റ്റുല, ഫിഷർ തുടങ്ങിയ അസുഖങ്ങളെല്ലാം തന്നെയും ഈ ബ്ലീഡിങ് നിർത്താനും തുടർന്ന് അർശസ് ഉണങ്ങാനും ഈ ഇതുപോലെ ആടലോടകം കൊണ്ടുള്ള തോരൻ വളരെ ഉപയോഗപ്രദമാണ്. ഇത് തന്നെ നമുക്ക് കുറച്ച് കയ്പുള്ളതിനാൽ ഡയറക്റ്റ് നമുക്ക് എല്ലാ ആഹാരത്തിലും ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു ഇലയടയായിട്ട്, അതായത് നമ്മൾ വയണ ഇലയൊക്കെ ഉപയോഗിക്കുന്നതിന് പകരം ഇതേ ഇലയ്ക്കകത്ത് നമുക്ക് ഇലയട ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്, ഇലയപ്പം. അപ്പം അതിലും ഈ നമുക്ക് വയണയപ്പത്തിൽ നിന്ന് കിട്ടുന്ന വയണ ഇലയുടെ ഗുണം കിട്ടുന്ന പോലെ തന്നെ ആടലോടകത്തിൻ്റെ ഇലയുടെ ഗുണവും കിട്ടും. പിന്നെ അതുപോലെ തന്നെ ചെറിയ സമോസ അതുപോലെല്ലാം ഇടയ്ക്ക് നമുക്ക് ഗാർണിഷ് ചെയ്യാനായിട്ട് ആടലോടകത്തിൻ്റെ ഇലയും അതിൻ്റെ വിത്തൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് വീട്ടിൽ നിന്ന് ഒഴിയുന്ന അസുഖങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന തുമ്മൽ, പനി, ശ്വാസം മുട്ടൽ, ആസ്മ നന്നായിട്ട് കുറയും. തേനിൻ്റെ നീരും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറയും ആസ്മ. പിന്നെ മറവി, ടെൻഷൻ കൊണ്ട് പെട്ടെന്നുണ്ടാകുന്ന മറവി, ഓർമ്മ നിൽക്കാതെ, ഇതിനൊക്കെ നല്ലതാണ്. പിന്നെ ഒരു ഔഷധവും ഒരു ഒറ്റമൂലികൾ, ഇതെല്ലാം ഒറ്റമൂലികളാണ്, ഒറ്റയ്ക്ക് ഉപയോഗിക്കുന്നതാണ്. ഒരൊറ്റമൂലിയും കുറേ നാൾ ഒരുമിച്ച് കൊടുത്തുവിടാം. കാരണം ഒരേ ഫങ്ഷൻ നമ്മൾ ഒരു ബോഡിയിൽ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഇതൊക്കെയും ഇടവിട്ട് ഓരോ ഔഷധങ്ങൾ, ഇപ്പോൾ തഴുതാമം, ആടലോടകം ഒക്കെ മാറ്റി മാറ്റി ഔഷധങ്ങളായിട്ട് ഉപയോഗിക്കാം. ഒരേ ഔഷധം തന്നെ എന്നും ഉപയോഗിച്ചുകൊണ്ടിരുന്നുകൂടാ. കുറച്ച് നാൾ ഉപയോഗിച്ചതിന് ശേഷം നിർത്തുക, അസുഖം മാറിയതിന് ശേഷം നിർത്തുക, എന്നിട്ട് തിരിച്ച് നമ്മുടെ സാധാരണ രീതിയിലേക്ക് വരിക. ഔഷധമായിട്ട് മാത്രം ഉപയോഗിക്കണം. ആഹാരമായിട്ട് ഉപയോഗിക്കുമ്പോൾ പോലും സ്ഥിരം വരാതിരിക്കുക. കാരണം അതൊക്കെ തന്നെ ഔഷധമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വാഴത്തട, തഴുതാമ, ചീര, അതിൻ്റെ കൂടെ തന്നെ ആടലോടകം, ഇതൊക്കെ മാറ്റി മാറ്റി ഉപയോഗിച്ച് കഴിഞ്ഞാൽ വീട്ടിൽ അസുഖം ഒഴിവാക്കാം. അതുകൊണ്ടുള്ള അമിതമായിട്ടുള്ള പണച്ചെലവും നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും അവരുടെ വീടുകളിൽ ആടലോടകം വെച്ച് പിടിപ്പിക്കുക. ഒരു നഷ്ടവുമില്ല. അതുകൊണ്ട് വലിയൊരു ഹോസ്പിറ്റൽ സ്റ്റേ അല്ലെങ്കിൽ അത് മരുന്നുകളുടെയൊക്കെ നമുക്ക് ലാഭിക്കാവുന്നതാണ്. സുഖമായിട്ട് ആരോഗ്യത്തോടു കൂടി എല്ലാവർക്കും ജീവിക്കാവുന്നതാണ്. നീ തന്ന പൂവും തളിരിലയും തെളിനീരും ഇളം കാറ്റും ഞാൻ തന്നെയാണെന്നറിയുമ്പോൾ ഒരു മാത്ര കൂടി നിന്നിൽ അലിയുന്നു ഞാൻ.